ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ 3Tech Media. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഗൈസ് നമ്മളൊരു വ്ളോഗായിട്ട് വന്നത്. അത്യാവശ്യം വൃത്തിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്ന് നമ്മൾ വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഊട്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഊട്ടിൻ്റെ ട്രിപ്പുള്ള വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ വയനാട്ടിലെത്തിക്കുന്നത് ഗൈസ്. അപ്പോൾ അവരെല്ലാം നമ്മൾ എടുത്തില്ലേയും ഗൈസ് ഇനിയുള്ള നമുക്ക് നല്ലോണം എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ് അതിനുള്ള എല്ലാ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ പോകാം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മളിപ്പോ മുത്തങ്ങ റോഡ് കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കാണാൻ. അപ്പൊ നമ്മള് വീഡിയോ ഇങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മ ഇപ്പൊ ഉള്ളത് ഊട്ടിക്ക് പോണ വഴിക്ക് നമ്മളെ സൂര്യകാന്തിനെ ഇവിടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ കയറിയതാ. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരിട്ട് ഒരൊറ്റ പോക്കെടുക്കും. നമ്മളിനി ഗുണ്ടൽപേട്ടൊക്കെ പോണ വഴിയിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറ്റി ഒരാളെ കാത്തിക്കാണ് നമ്മളിവിടെ. നമ്മളിപ്പോ ഉള്ളത് ബന്ദിപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ കടുവയൊക്കെ ഉള്ള കാടാണ് എന്നാണ് പറയുന്നത്. നമ്മൾ പോണ വഴിക്ക് ആനനെ കണ്ട് വലിയാനയും ചെറിയാനും അതിന്റെ മക്കളും എല്ലാവരും കുടുംബക്കാരും മൊത്തത്തിലവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ശരിക്കും പറയാൻ ആനനെ കണ്ണ് കിട്ടും. ഇവിടെ നമ്മളിപ്പോ ആനനെ കണ്ടിക്കണ്. അപ്പൊ നമ്മളിവിടെ ആനയുണ്ടാവും, അതുപോലെ കടുവയുണ്ടാവും, ചിലപ്പോ മാനോ എല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാട് തന്നെയാണ് കേസ് ഇത്. അങ്ങനെ നമ്മൾ അവസാനം കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പോണേക്കിതാ കടുവൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. കടുവൻ്റെ സ്റ്റാച്യു ഒക്കെ ഉള്ളൂ. കടുവയൊക്കെ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ കടുവനെ ഒന്നും കണ്ടില്ല ഇതായിട്ടും കാട്ടിൽ കാണുകയായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ കർണാടക വിട്ട് ഇനി തമിഴ്നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇനിയും ഒരു അപ്പൊ ഗൈസ് നമ്മളങ്ങനെ കർണാടക കഴിഞ്ഞിപ്പോ തമിഴ്നാട് ബോർഡർ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്, കണ്ടില്ലേ ഗൈസ്? കണ്ടില്ലേ അതാ ഒരു മാനത ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മനേണ്ടത്. കണ്ടില്ല ഗൈസ്? നല്ല കൊമ്പുള്ള ഒരു കിടില മാന്. പിന്നെ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നോന്നൊക്കെ അറിഞ്ഞൂടാ അല്ലോണോ? ഞാനും ആദ്യമായിട്ട് മാനെ കാണുന്ന എക്സൈറ്റ്മെന്റില്ല. നമ്മളങ്ങനെ മാനെയൊക്കെ കണ്ട അവസാനം മസനഗുഡിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് സംഭവം നമ്മൾ മസനഗുഡിയിലെത്തി. പിന്നെ ഞാൻ ഫുള്ള് കുറച്ച് കൂട്ടിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മസനഗുഡി കൂടി എങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ആ റൂട്ടുണ്ടല്ലോ, ആ കാട് തന്നെ. ഇനി 10-25 കിലോമീറ്ററേ കാടാണ്, ഒന്നും നോക്കണ്ട. ഇനിയിപ്പോൾ ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഫുള്ള് കാടൊക്കെ തന്നെയായിരിക്കും കൂടുതലും. മുക്കാലും കാട് തന്നെയാണ് സാധ്യതയുള്ളത്. ഇനിയൊരു 10-14 കിലോമീറ്റർ പോലെ ഇനി നമ്മൾ ഷോപ്പും പമ്പും അങ്ങനെയുള്ള സംഭവമൊക്കെ കാണും. അപ്പോൾ നമ്മളങ്ങനെ മസനഗുഡിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി 27 കിലോമീറ്റർ കൂടി പോയാൽ നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനമായ ഊട്ടിയിലെത്തും. അപ്പോൾ ഇനി 27 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നമുക്ക് ഇനി ഊട്ടിയിലേക്ക് എത്താൻ. അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മസനഗുഡി മറ്റേ ചുരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ 36 വളവുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വളവ്. അപ്പോൾ നമുക്ക് ആ 36 വളവിലെ കുറച്ച് വളവ് ഞാൻ ഈ സീനിൽ കാണിച്ചു തരാം ഗൈസ്.
ഇനി 36 വളവുണ്ട് മസനഗുഡിയിൽ. കണ്ടില്ല ഗൈസ്, വലിയ മലയൊക്കെ അപ്പുറത്ത്. ഇതൊക്കെ ഒരു വ്യൂ ആണ്. ഫുള്ള് 36 വളവ്, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള 36 വളവുണ്ട് ഗൈസ്. ഇനി 36 ചെറിയ ചെറിയ ചുരങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സാണ്. ഊട്ടിക്ക് പോവുകയാണെങ്കിൽ ഈ റൂട്ടിന് പോകുമ്പോൾ, ഈ റൂട്ടിനെ പോവും ഉറപ്പാണ്. ഇതൊരു വൈബാണ്. നമ്മളങ്ങനെ മസനഗുഡിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മസനഗുഡിയിലെ ഈ കാണുന്ന 36 വളവുണ്ടല്ലോ, ആ 36 വളവിൽ ഏതൊരു വളവിലാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു വളവിലാണ്. വണ്ടി വന്നാൽ അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന നെൽത്താൾ കിടക്കും. അല്ലെങ്കിൽ ഞാൻ മലയൊക്കെ കാണിച്ചു തരാം. മലയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ മൊത്തത്തിൽ പൊളിയാണെന്ന് പറയാനില്ല. മൊത്തത്തിൽ പൊളിയാണ്. ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഇപ്പം മഴ പെയ്യും, അതിനോണ്ട് ഇവിടെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നിൽക്കുന്നത്. ഭയങ്കര മഴയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. നല്ല മഴ വരാൻ നമുക്ക് കാറിൽ കയറാൻ നമുക്ക് നേരെ കാറിൽ കയറാം. അപ്പൊ ഗൈസ് ഇവിടെ നിറച്ചു കൊരങ്ങന്മാരാണ് ഗൈസ്. എന്താണ് നമ്മളങ്ങനെ ഊട്ടിയിൽ എടുത്തെത്താനായിരിക്കും. അപ്പൊ ഗൈസ് അപ്പോഴേക്കും മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മസനഗുഡിയിലെ 32 വളവ് ഇങ്ങനെ വളഞ്ഞോണ്ട് നിൽക്കുമ്പോ അപ്പൊ മഴ വരാനായിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഗ്ലാസ് ഒക്കെ ഒന്ന് പോക്കാം. അങ്ങനെ 32 വളവിൽ ഇനി നമുക്ക് 7 വളവ് കൂടി ഗൈസ് കയറാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഗൈസ് ഇനി 7 വളവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി അങ്ങനെ ഊട്ടിയിൽ എത്തുന്നതായിരിക്കും ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ് അവസാനം. നമ്മളങ്ങനെ ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കിപ്പോൾ മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ. അപ്പോൾ ഗൈസ് ഞാൻ ഉള്ള ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ല ഇവിടെ ഫുള്ള് കുന്നും മലയൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ നിലം തിരിയാൻ പോലും സ്ഥലമല്ല, അത്രക്ക് ബ്ലോക്കാണ് ഗൈസ് ഇവിടെ. ഗൈസ് നമ്മൾ ഊട്ടിയിലുള്ള ടീ ഫാക്ടറിയിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഗൈസ് ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് പോകാം ഗൈസ്. ഇനി നമ്മളങ്ങനെ ടീ ഫാക്ടറിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ബ്ലോക്ക്, നടക്കാൻ പോലും കുറച്ച് സ്ഥലമുള്ളൂ. പിന്നെ അങ്ങനെ ടീ ഫാക്ടറിൻ്റെ മുകളിലേക്ക് കയറി ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ടീ ഫാക്ടറിയിൽ നിന്നുള്ള താഴോട്ടേക്കുള്ള വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ചായയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഇനി നമ്മൾ കുടിക്കുന്ന ചായയൊക്കെ ഉയരം തോറും കാണുന്ന ചായ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാമറ എല്ലാം വെക്കാനായില്ല, അതിനോട് ചായ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഈ ടീ ഫാക്ടറിയിലെ കുറേ ടീകളാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മളങ്ങനെ ഊട്ടിയിലുള്ള ടീ ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിലുള്ള ഗാർഡനിലേക്കാണ് പോകേണ്ടത്. നമ്മളങ്ങനെ ഊട്ടിൻ്റെ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിലാണ്, നമ്മളെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗാർഡനിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗാർഡനിലേക്ക് നടന്നിട്ട് ഗാർഡൻ കാണണം. പിന്നെ നമ്മൾ നേരെ റൂമിൽ പോകും. ഇനിയിപ്പോൾ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ നടക്കാനുണ്ട് ഗാർഡനിലേക്ക്. അങ്ങനെ നമ്മൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഗാർഡനിലാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വൃന്ദാവൻ ഗാർഡൻ ഊട്ടിയിലുള്ള. അപ്പം ഗാർഡനാണ്, കുഴപ്പമില്ല. പൂവൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ആർച്ചിൽ, നല്ല രീതിയിൽ തന്നെ എല്ലാം കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓവർ എടുക്കാൻ നിന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗാർഡൻ അങ്ങനെ ലാഗാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ള് എടുത്തില്ല ഗൈസ്. പിന്നെ വണ്ടിയിൽ ഓരോ ഷേപ്പിൽ ഇങ്ങനെ വെട്ടി വെച്ച ഓരോരോ
സംഭവങ്ങളാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഓരോ ഷേപ്പിൽ, അതായത് ഗാർഡനൊക്കെ ഓരോ ഷേപ്പിലൊക്കെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ രീതിയിലാക്കിയെടുത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോലീസുകാർ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുന്നുണ്ട്, പോട്ടെ എന്താ ചെയ്യുക. പിന്നെ ഒന്നും പറയാനില്ല, ഗാർഡനൊക്കെ എത്ര തന്നെ. പിന്നെ നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ തണുത്ത് നിൽക്കുകയാണ് പോസ്റ്റ് കഴിഞ്ഞായിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. നല്ല കിടിലൻ റൂം, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള നല്ലൊരു റൂമാണ്. 2 ബെഡും ഉണ്ട്. പിന്നെ 2 നിങ്ങൾ കണ്ടില്ലേ, 2 അട്ടിക്കട്ടിക്കുള്ള 2 ബെഡ് വേറെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ 3 ബെഡ്, അതിൻ്റെ മുകളിലുള്ള കൂട്ടിയാണെങ്കിൽ 4 ബെഡ് ഉണ്ട് ടോട്ടൽ മൊത്തത്തിൽ. അത്യാവശ്യം നല്ലൊരു റൂമാണ്, വൃത്തിയുള്ളൊരു റൂമാണ്. പിന്നെ അതാ ഡബിൾ ബെഡൊക്കെ ഉണ്ട്. ഡബിൾ ബെഡൊക്കെ ആദ്യമായിട്ടാണ് ഡബിൾ ബെഡിലൊക്കെ കടന്ന്. നമ്മളിപ്പോൾ ഊട്ടിയിൽ റിസോർട്ടിലാണ് കേസ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മൈസൂരിലേക്കാണ് പോകുന്നത് കേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിയിൽ റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മൈസൂർ പോകുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേസ്. അവരെ അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് വീണ്ടും കാണാം. ക്യാമറ സൈനിങ് ഔട്ട്.